PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് 10 മണിക്ക് GK പോർഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് 2 ദിവസം മാത്സിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. അങ്ങനെ ഒരാഴ്ച എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ്. ഉടനെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സും കൂടെ ഡെയിലി ബേസ് ചെയ്ത് ക്ലാസ് തരുന്നതാണ്. ഓക്കെ. പിന്നെ രാത്രി 8 മണിക്ക് വരുന്ന എല്ലാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടിയിട്ട് മുൻവർഷ ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് നമ്മൾ ലൈവായിട്ട് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ടെലിഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ PDF-ഉം നോട്ട്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാമിലൂടെയാണ്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളമാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഇംഗ്ലീഷാണ് പഠിച്ചത്. അതിന് മുൻപ് മാത്സ് 2 ദിവസം പഠിച്ചു. ഇന്ന് നമ്മൾ മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന ഭാഗമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ വേർഡ്സ് ചുമ്മാ അങ്ങ് എടുത്ത് പറഞ്ഞു തരാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പദശുദ്ധിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. വേർഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണെന്ന് തോന്നി. കാരണം PSC ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ചു പോവാം. അതല്ലേ നല്ലത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് പദശുദ്ധിയുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, തെറ്റായ പദം ഏത്? നിങ്ങൾക്ക് സ്വയം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കണേ. തെറ്റായ പദം ഏത്? തന്നിരിക്കുന്നത് അഗാധം, അടിമത്തം, അസ്തമനം, അതിഥി എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉത്തരം ഓപ്ഷൻ D ആണ് നമുക്ക് PSC തന്നിട്ടുള്ളത്. അതിഥി എന്നുള്ളതാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ അസ്തമനം എന്ന് പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിലാണ് PSC തന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അസ്തമനം എന്ന് പറയുന്നത് ശരിയല്ല, ഇതും തെറ്റാണ്. അസ്തമയം എന്നാണ് ഇവിടെ വരേണ്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ചോദ്യത്തിൽ രണ്ടും തെറ്റായിട്ടുള്ള ഉത്തരം. പക്ഷെ PSC നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ D ആണ് തെറ്റിയത് എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും അസ്തമനം എന്ന് പറയുന്നത് തെറ്റാണ്, അസ്തമയം എന്നാണ് വരേണ്ടത്. അതിഥി, ഇതെന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? അതിഥി എന്ന് ശരിയായ രീതിയിൽ എങ്ങനെ എഴുതാം? അതിഥി ആണ് കേട്ടോ. തീയതി നോക്കാതെ വരുന്ന അയാളെയാണ് അതിഥി എന്ന് പറയാം നമ്മൾ, ഗസ്റ്റ് അല്ലേ. അപ്പോൾ അതിഥി എന്നിങ്ങനെയാണ് എഴുതുക. തായാണ് ആദ്യം വരേണ്ടത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിഥി എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. ശരിക്കും അസ്തമയം എന്നാണ് നമ്മൾ പറയുക, അസ്തമനം എന്ന് പറയാറില്ല. അസ്തമയം ആണ് ശരിയായത്. അഗാധം ശരിയാണ്, അടിമത്തം ശരിയാണ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? അടുത്തത് ശരിയായ പദം ഏത്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ നോക്കിക്കേ. ഓപ്ഷൻ A ആണ്, ആതിഥേയൻ. നമ്മൾ അതിഥി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആതിഥി, ഇതിലെ ഈ തായും ഈ ധായും തന്നെയാണ് നമ്മുടെ ആതിഥേയനിൽ വരുന്നത്. കണ്ടോ, ബാക്കിയുള്ളിടത്തൊക്കെ ഈ ധാ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ദാ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഈ ധായും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ അതിഥി എന്ന് എഴുതുന്ന അതേ ഓർഡറിൽ തന്നെയാണ് ആതിഥേയൻ എന്നാണ് പറയുക. ആതിഥേയൻ എന്നതാണ് കൃത്യമായിട്ടുള്ള വേർഡ് കേട്ടോ. അപ്പം ആതിഥേയനും അതിഥിയും തായും ധായുമാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ് കേട്ടോ. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്ക് അന്തസ്, 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 അന്തസ്. ഇതിലേതാണ് ശരിയായത്? ഉത്തരം ഓപ്ഷൻ B ആണ് കേട്ടോ. അന്തസ് എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ അന്തസ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക അല്ലേ. 2 സ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചിന്തയിൽ വരില്ല. അന്തസ് എന്നാണ് പറയുക കേട്ടോ. 2 സ വേണം. അപ്പോൾ അതുപോലെ നമ്മൾക്ക് തെറ്റിപ്പോകുന്ന കുറച്ച് വാക്കുകളുണ്ട്. സദസ്, സദസ് എന്ന് പറയുമ്പോഴും ഇതുപോലെ 2 സ വേണം. സദസ്. അതുപോലെ ഓജസ്, ഓജസ് എന്നാണ് പറയുക. ഓജസ്. അതുപോലെ തേജസ് എന്നാണ് പറയുക കേട്ടോ. ഓജസ്സും തേജസ്സും കേട്ടിട്ടില്ലേ? സദസ്, ഓജസ്, തേജസ്. പഠിക്കുമ്പോൾ തന്നെ ന് കുറച്ച് അമർത്തിയിട്ട് പറഞ്ഞു പഠിക്കുക കേട്ടോ. സദസ്, ഓജസ്, തേജസ്, അന്തസ്. അതുപോലെ ഈ അന്തസ് ഉണ്ട് കേട്ടോ. അന്തസ്, അന്തസ്. ഈ അന്തസ്സിൻ്റെ അർത്ഥം എന്താണ്?
ഭക്ഷണം എന്ന് പറയുന്ന അർത്ഥം തരുന്ന അന്തസ്സാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അന്തസ് ആയതുകൊണ്ടായിരിക്കാം ഉത്തരം ഓപ്ഷൻ ബി തന്നത്. ഇതും അന്തസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഇതിന്റെ അർത്ഥം ഭക്ഷണം എന്നാണ് അർത്ഥം വരുന്നത്, അന്തസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നഭസ്, നഭസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകാശം അല്ലെ. അപ്പൊ നഭസ് അതിനും 2 സായുണ്ട്. അതുപോലെ തമസ്, തമസ്, തമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ടാണ് കേട്ടോ. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ഇത് പര്യായത്തിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നഭസ എന്ന് പറഞ്ഞാൽ ആകാശമാണ്, തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ്. ഇതിനെല്ലാം 2 സായാണ് വരുന്നത്. പിന്നെ സരസ്, സരസ് എന്ന് കേട്ടിട്ടുണ്ടോ? സരസ് എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് അർത്ഥം. സരസ്, സരസ് എന്ന് പറയുന്നതിനും 2 സായാണ് വരുന്നത്. പിന്നെ തപസ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാ തപസ്, തപസ്. അതുപോലെ ജ്യോതിസ്, ജ്യോതിസ്, ജ്യോതിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ടിന്റെ ഓപ്പോസിറ്റ് ആണ്, വെളിച്ചം, വെളിച്ചം. തമസ്, തമസ് ഇരുട്ട്, ജ്യോതിസ് വെളിച്ചം. അതുപോലെ നിസാരം, നമ്മൾ എഴുതുമ്പോൾ നിസാരമായിട്ട് 1 സായാണ് നമ്മൾ സാധാരണ എഴുതുക അല്ലെ. പക്ഷെ നിസാരം 2 സായുണ്ട്. നിസാരത്തിന് 2 സായുണ്ട്. നിസാരം എന്ന് പറയുന്നത് അത്ര നിസാരക്കാരനല്ല അല്ലെ. അപ്പൊ നിസാരം എന്നാണ് കേട്ടോ. 2 സാ വരുന്നുണ്ട് നിസാരം എന്ന് എഴുതുമ്പോൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സദസ്, ഓജസ്, തേജസ്, അന്തസ്, നഭസ്, തമസ്, സരസ്, തപസ്, ജ്യോതിസ്, നിസാരം. എല്ലാത്തിനും 2 സാ വേണം. ഓക്കെ. അടുത്തത് ശരിയായ പ്രയോഗം തിരിച്ചറിയുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വിശ്വസ്തൻ ആണ്. അപ്പൊ എപ്പോഴും ഈ ഈ തായും ഈ തായും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് അല്ലെ. അതിഥി എഴുതിയപ്പോഴും ഈ തായും തായും നമുക്ക് മാറിപ്പോയി. ഇപ്പൊ വിശ്വസ്തൻ, വിശ്വസ്തൻ ഇത് മാറിപ്പോകും അല്ലെ. അപ്പൊ അതുപോലെയുള്ള വേർഡ്സ് ആണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുന്ന കുറച്ച് വേർഡ്സ് ആണ്. അസ്ഥികൂടം ഏത് തായാണ്? ഈ സ്ഥായാണോ ഈ സ്ഥായാണോ? അസ്ഥികൂടം നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥിയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥി എന്ന് പറയുന്നത് ദാ ഈ ധായാണ് കേട്ടോ. അസ്ഥികൂടം എന്നതാണ് ശരി. അസ്ഥികൂടം. ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് തരും? ഈ സ്ഥാ തരും. അസ്ഥി എന്നുള്ളതിനെ അസ്ഥി, അസ്ഥികൂടം എന്നുള്ളത് ഈ ഒരു രീതിയിൽ എഴുതി തരും. അത് തെറ്റാണ് കേട്ടോ. അസ്ഥികൂടമല്ല ശരി, അസ്ഥികൂടം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. എന്നാൽ അസ്ഥിവാരം, അസ്ഥിവാരം എന്ന് പറയുമ്പോഴോ നമുക്ക് PSC എന്ത് തരും? ദാ ഇങ്ങനെ തരും, അസ്ഥിവാരം എന്ന് തരും. അത് തെറ്റാണ്. അസ്ഥിവാരം എന്ന് പറയുമ്പോൾ ദേ ഇതാണ് വരിക, അസ്ഥിവാരം. അസ്ഥിവാരം എന്നുള്ളത് സായും തായും കൂടിയിട്ടുള്ളതാണ് വരിക കേട്ടോ. അസ്ഥിവാരം. അസ്ഥിവാരം എന്ന് വെച്ചാൽ എന്താണ്? നിലനിൽപ്പ്. നിന്റെ അസ്ഥിവാരം ഞാൻ ഇളക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ നിലനിൽപ്പ് തന്നെ ഞാൻ ഇല്ലാതാക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അസ്ഥിവാരം, അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽപ്പ് എന്നതാണ് മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ അസ്ഥിവാരത്തിന് ഈ തായാണ്, അസ്ഥികൂടത്തിന് ഇതാണ്. എന്നാൽ അസ്ഥിപഞ്ചരമുണ്ട്. അസ്ഥിപഞ്ചരം അതിന് ഏത് തായാണ്? അസ്ഥികൂടത്തിന്റെ ഇസ്തായാണ് കേട്ടോ. അസ്ഥി പഞ്ചരം എന്നതാണ് ശരിയായത്. അസ്ഥിപഞ്ചരം. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകരുത്. ഇനി അസ്തിത്വം ഉണ്ട്. അസ്തിത്വം ഏതാ? അസ്തിത്വം, അസ്തിത്വം, അസ്തിത്വമാണ് കേട്ടോ. അപ്പൊ ഇസ്തായാണ് വരിക, സായും തായും ആണ് വരിക. അസ്തിത്വം. ഓക്കെ. അസ്തിത്വം, അസ്ഥിവാരം രണ്ടിനും സായും തായും ആണ്. അസ്ഥികൂടത്തിനും അസ്ഥിപഞ്ചരത്തിനും ഒരേതാണ് വരുന്നത്. ഇനി അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് ഈ ധായാണ് കേട്ടോ. അസ്വാസ്ഥ്യം, അസ്വാസ്ഥ്യം. ഓക്കെ. അപ്പൊ തായും ധായും കൂടെ മാറിപ്പോവാതെ ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? തന്നിരിക്കുന്നതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കുമ്പോൾ ചെലവ്, തത്വം, ചുവപ്പ്, ഉദ്ധാനം. അപ്പൊ ഇതിൽ ഏകദേശം നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക ചെലവല്ല, ചിലവായിരിക്കും അല്ലെ. അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഉദ്ധാനം വലിയ പിടുത്തമൊന്നുമില്ല, ചിലപ്പോൾ അതും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ചുവപ്പും തത്വം ഒക്കെ ശരിയായിരിക്കും, അതായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഇതിൽ തെറ്റേതാണ്? ഓപ്ഷൻ സി ആണ്, ചുവപ്പാണ് തെറ്റിപ്പോയത്. എന്താ ചുവപ്പ് തെറ്റിയത്? നമ്മൾ ചുവപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ ചുവപ്പല്ല, ചെമപ്പ് എന്നതാണ് ശരിയായ വേർഡ്. ചുമപ്പ് അല്ലെങ്കിൽ ചുവപ്പ് എന്ന് പറയാൻ പാടില്ല, ചെമപ്പാണ് ശരി കേട്ടോ. ചെമപ്പ്. അതുപോലെ ചെമന്ന എന്നൊക്കെ പറയുന്നതാണ്. ചുവന്ന എന്ന് നമ്മൾ പറയില്ലേ, ചുവന്ന അല്ല ചെമന്ന. ചുവപ്പല്ല, ചെമപ്പാണ്. ഓക്കെ. അപ്പൊ ചെമപ്പ്, ചെമന്ന എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, തെറ്റിക്കരുതേ.
ചെലവ് എന്നാണ് പറയുക. ചിലവെന്ന് പറയാറില്ല, ചെലവാണ് ചെലവ്. ദെൻ തത്വം ആണ്. തത്വത്തിന് 2 തായുണ്ട്. ചിലർ തത്വം എന്നെങ്ങനെ എഴുതും? ദേ ഇങ്ങനെ എഴുതും തത്വം എന്ന്. അത് തെറ്റാണ്. 2 താ വേണം തത്വം എന്ന് പറയുന്നതിന്. ഇവിടെ ചെമപ്പ്, ചെമന്ന എന്നുള്ളതാണ് ഓർത്തിരിക്കുക. അതുപോലെ ചെലവ് എന്നാണ് പറയുക, ചിലവ് എന്ന് പറയില്ല. ദെൻ ചുമര് എന്ന് പറയാറുണ്ട് അല്ലേ നമ്മൾ. ചുമരിൽ ചിത്രം എഴുതുക, ചുമര് തെറ്റാണ്. ചുവര് എന്നാണ് പറയുക. ചുവരാണ് ശരി, ചുമര് തെറ്റാണ് കേട്ടോ. അപ്പൊ ചുമരല്ല ചുവരാണ്. പക്ഷെ ചുവപ്പല്ല ചെമപ്പാണ്. നമ്മൾ വാ പറയുന്നിടത്തൊക്കെ മായായിരിക്കും, നമ്മൾ മാ പറയുന്നിടത്ത് വായായിരിക്കും അല്ലേ. ഇതെന്ത് മലയാളമാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ചുവപ്പല്ല ചെമപ്പാണ്, ചുമരല്ല ചുവരാണ്. ഓക്കെ, തെറ്റിക്കരുതേ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. പ്രായശ്ചിത്തം, പ്രായച്ചിത്തം, പ്രായച്ചിത്തം, പ്രായച്ചിത്തം. എല്ലാം പ്രായച്ചിത്തം തന്നെയാണ്. ഇതിൽ ഏത് പ്രായശ്ചിത്താ ശരി? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രായശ്ചിത്തമാണ്. ഷായും ചായും കൂടെ ചേർന്നതാണ് പ്രായശ്ചിത്തം. അപ്പൊ ഇതുപോലെ വരുന്ന കുറേ വേർഡ്സ് ഉണ്ട്. പ്രായശ്ചിത്തം പോലെ തന്നെ അനിശ്ചിതം, അനിശ്ചിതം. ഓക്കെ, അനിശ്ചിതം, നിശ്ചിതം. ഓക്കെ, അടുത്തത് പശ്ചാത്തലം. പ്രായശ്ചിത്തം പോലെ തന്നെ പശ്ചാത്തലം, പശ്ചാത്തലം. അതേപോലെ പശ്ചാത്താപം, പശ്ചാത്താപം. പാശ്ചാത്യം, പാശ്ചാത്യ രാജ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പാശ്ചാത്യം. പുനശ്ചിന്ത, പുനശ്ചിന്ത എന്നൊക്കെ ചിലർ എഴുതും, പുനശ്ചിന്ത എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അനിശ്ചിതം, പശ്ചാത്തലം, പശ്ചാത്താപം, പാശ്ചാത്യം, പുനശ്ചിന്ത, പ്രായശ്ചിത്തം. എല്ലായിടത്തും ഷായും ചായുമാണ് വരുന്നത്, ഇശ്ചായാണ് വരിക. ഓക്കെ, മറന്നു പോവരുത് കേട്ടോ. അടുത്തത്, ശരിയായ പദം ഏത് തന്നിരിക്കുന്നതിൽ? നിശ്ചയം, 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 നിശ്ചയം. ഏതാണ് ശരി? നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഇശ്ച വരുന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, നിശ്ചയം, നിശ്ചയം. ഓക്കെ, നിശ്ചയമാണ് ശരിയായിട്ട് വരുന്നത്. അനിശ്ചിതം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നിശ്ചയം എന്നതാണ് ശരി, നിശ്ചയം. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം ഏത് തന്നിരിക്കുന്നത് നോക്കിക്കേ. അനുഗൃഹീതം, അനുഗൃഹീതം, അനുഗ്രഹീതം, അനുഗൃഹീതം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അനുഗ്രഹീതം, അനുഗൃഹീതം, അനുഗ്രഹിതം, അനുഗൃഹീതം. ഏതാണ് ഇതിൽ ശരി? ഓപ്ഷൻ ബി ആണ് കേട്ടോ, അനുഗൃഹീതം. അനുഗൃഹീതമാണ് ശരി. പക്ഷെ നമ്മൾ തെറ്റിക്കും. കാരണം എന്താ? നമ്മൾ അനുഗ്രഹം എന്നാണ് എഴുതുക അല്ലെ, അനുഗ്രഹം എന്ന് എഴുതുക. അപ്പൊ പിന്നെ അനുഗ്രഹീതമല്ലേ ശരി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് തെറ്റാണ്. അനുഗ്രഹം എന്ന് നമ്മൾ എഴുതും, അത് ശരിയാണ്. പക്ഷെ അനുഗ്രഹീതം എന്ന് എഴുതില്ല, അനുഗൃഹീതം എന്നേ എഴുതുള്ളൂ. യേശുദാസ് ഒരു അനുഗൃഹീത ഗായകനാണ്. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. നമ്മൾ ചില പുസ്തകത്തിലോ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ കാണുന്നത് തെറ്റാണ്. അനുഗ്രഹീത ഗായകനല്ല, നമ്മൾ പറയുമ്പോൾ തന്നെ നേരെ പറഞ്ഞു പഠിക്കുക. അനുഗൃഹീത ഗായകനാണ്, അനുഗൃഹീതമാണ്, എന്നാൽ അനുഗ്രഹമാണ്. അതുപോലെ തെറ്റിക്കുന്ന കുറച്ച് വാക്കുകളും കൂടെ ഞാൻ പറയട്ടെ. ഒന്ന്, അഗ്രഗണ്യൻ. ചിലപ്പോൾ നമ്മൾ അഗ്രഗണ്യൻ എന്നുള്ളത് ഈ ഗ്രാ എഴുതാതെ നമ്മൾ ചിലപ്പോൾ ഇതെഴുതും അല്ലെ, അഗ്ര എന്നുള്ള ഈ ഗ്രിന്റെ ചിഹ്നം ഇടും, അത് തെറ്റാണ്. അഗ്രഗണ്യൻ എന്നാണ് പറയാ. അതുപോലെ തന്നെയാണ് നമ്മൾ ഗൃഹസ്ഥൻ, ഗൃഹസ്ഥാശ്രമം. എങ്ങനെയാ എഴുതുന്നേ? ഗൃഹസ്ഥൻ എന്നാണ് പറയാ, ഗൃഹസ്ഥൻ എന്നാണ് പറയാ. ഈ ഗൃ ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇവിടെയല്ല, സോറി, ഗൃഹസ്ഥൻ എന്നാണ് വരിക കേട്ടോ. ഗൃഹസ്ഥൻ എന്നുള്ളതാണ് ശരിയായിട്ട് വരിക. നമ്മൾ പക്ഷെ ഇങ്ങനെയാണ് ഗൃഹസ്ഥൻ എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും, അത് തെറ്റാണ്. ഗൃഹസ്ഥൻ എന്നതാണ് ശരി. അതേപോലെ തന്നെയാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമമാണ് കേട്ടോ. ഓക്കെ, ഗൃഹസ്ഥാശ്രമം. ഇവിടെയാണ് ശ്ര വരിക, ഇത് ഗൃ ആണ്. ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥൻ എന്നുള്ളത്. അതേപോലെ കൃത്രിമം. എങ്ങനെയാ നമ്മൾ ചിലപ്പോൾ എഴുതുന്നത്? ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവും. കൃത്രിമം ശരിയാണല്ലോ അല്ലെ? തെറ്റാണ്. കൃത്രിമം എങ്ങനെ എഴുതാ? കൃ കൃ ത്രി മം, കൃത്രിമം, കൃത്രിമം എന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് തരും സൃഷ്ടാവ്. സൃഷ്ടാവ്, സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവല്ലേ? അല്ല, സൃഷ്ടിക്കുന്നവൻ എന്താണ്? സ്രഷ്ടാവാണ്. സ്രഷ്ടാവ്. സൃഷ്ടി എന്ന് എഴുതുമ്പോൾ പക്ഷെ നമ്മൾ ഈ സൃ ആണ് എഴുതുക അല്ലെ, പക്ഷെ സ്രഷ്ടാവ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി അതേപോലെ വരുന്ന വേർഡ്സ് ആണ് ആവൃത്തി. ആവൃത്തി എന്ന് നമ്മൾ പറയും. പക്ഷെ ആവർത്തിക്കുക എന്ന് എങ്ങനെ എഴുതാം? ആവർത്തിക്കുക എന്ന് തന്നെ നമ്മൾ ഇതുപോലെ എഴുതുമോ? ആവൃത്തിക്കുക എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ആവൃത്തി എന്നത് ശരിയാണ്,
ആവർത്തിക്കുക എന്നാണ് എഴുതുക അല്ലെ, ആവർത്തിക്കുക, ആവൃത്തി, ആവർത്തിക്കുക. ഇവിടെ വർ എന്നാണ് വരിക, ഇവിടെ വൃ, ആവൃത്തി, ആവർത്തിക്കുക. അതേപോലെ വരുന്ന വേർഡാണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ശരിയാണ്, പ്രവൃത്തിയാണ് ശരി. അല്ലാണ്ട് നമ്മൾ പ്രവർത്തി എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. പ്രവർത്തിയല്ല, പ്രവൃത്തിയാണ്. പക്ഷെ പ്രവർത്തിക്കുക എന്നെങ്ങനെ എഴുതും? അത് ഇങ്ങനെയാണ് എഴുതുക, പ്രവർത്തിക്കുക. പ്രവൃത്തി ശരിയാണ്, പ്രവർത്തിക്കുക ശരിയാണ്. പക്ഷെ ഇങ്ങനെ പ്രവൃത്തി എഴുതാൻ പാടില്ല. അതേപോലെ തന്നെയാണ് വരുന്നത് നിവൃത്തി. നിവൃത്തികേട് എന്നൊക്കെ നമ്മൾ പറയും. നിവൃത്തി, നിവൃത്തി ശരിയാണ്. പക്ഷെ നിവർത്തിക്കുക എങ്ങനെ എഴുതുക? നിവർത്തിക്കുക. ഓക്കെ, അപ്പൊ ആവൃത്തി, പ്രവൃത്തി, നിവൃത്തി. ആവർത്തിക്കുക, പ്രവർത്തിക്കുക, നിവർത്തിക്കുക. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഇതൊന്നും തെറ്റിപ്പോകരുത് കേട്ടോ. പിന്നെ ചോദിക്കുന്ന ഒരു വേർഡാണ് സമ്രാട്ട്. സമ്രാട്ട്, ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ സാമ്രാട്ട് അല്ലെ, നമ്മൾ സാമ്രാട്ടാണ് അല്ലെ, സാമ്രാട്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റാണ് കേട്ടോ. സമ്രാട്ട് എന്നതാണ് ശരി. ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമ്രാട്ട്, സമ്രാട്ടാണ് ശരിയായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ശരിയായ പദം തിരിച്ചറിയുക. ശരിയായ പദം ഏതാ? ഓപ്ഷൻ എ ആണ്, അസ്തമയം. കണ്ടോ, ഉത്തരം ഇവിടെ കറക്റ്റ് ആയിട്ട് PSC തന്നു. അസ്തമയം ആണ് ശരി. പക്ഷെ നമുക്ക് അവിടെ നേരത്തെ ഒരു ചോദ്യത്തിൽ അസ്തമനവും വേറെ അതിഥിയും രണ്ടും അവിടെ തെറ്റായിരുന്നു. പക്ഷെ അസ്തമനം എന്നുള്ള ഓപ്ഷൻ ശരിയായിട്ടുള്ള രീതിയിലായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അസ്തമയം ആണ് കേട്ടോ. അസ്തമയം, മയം ആണ്, അസ്തമയം ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് അസ്തിത്വം, 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 അസ്തിത്വം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. അസ്തിത്വം ഏതാ ശരി? ഇത് അസ്തിത്വം ആണ് ശരിയായിട്ടുള്ളത്. രണ്ട് തായൊന്നും ഇല്ല കേട്ടോ. ത്വമ്മിന് തത്വം എഴുതുമ്പോൾ രണ്ട് തായുണ്ട്. പക്ഷെ ഇവിടെ അസ്തിത്വത്തിന് ഒരു തായേ ഉള്ളൂ. മറന്നു പോകരുത്, ഈ തായാണ് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിന്റെ അസ്ഥി എന്നുള്ള മീനിങ് ആണ് വരിക. ഇവിടെ അസ്തിത്വം, ഇതാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റില്ലാത്തത് ഏതാണ്? ജീവശവം, ത്രികോണം, ചെലവ്, ദിത്വം. ഇതിലേതാ ശരി? ഓപ്ഷൻ ബി ആണ് അല്ലേ, ചെലവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചെലവ് ശരിയാണ്. ബാക്കി തെറ്റിപ്പോയി. എന്തൊക്കെയാ തെറ്റിയേ? ത്രികോണം, അത് തെറ്റാണ്, നമുക്കറിയാം. ത്രികോണം എന്നാണ് വരേണ്ടത് അല്ലെ, ആണ് വരേണ്ടത്. ത്രികോണം എന്നുള്ളതാണ്, ത്രികോണമല്ല. അതുകൊണ്ട് അത് തെറ്റിപ്പോയി. ഇനി ജീവശവം, ജീവശവം എന്നല്ല പറയാ, പിന്നെന്താ പറയാ? ജീവശവം എന്നാണ് പറയാ. അച്ഛൻ്റെ ചായാണ് വരിക. അപ്പോൾ ഈ അച്ഛൻ്റെ ചാ വെച്ചിട്ടുള്ള കുറേ വേർഡ്സ് PSC സ്ഥിരം ചോദിക്കുന്നതുണ്ട്. ജീവച്ഛവം, അതുപോലെ ഐച്ഛികം, ഐച്ഛികം, അതുപോലെ തുച്ഛം, തുച്ഛം. നെക്സ്റ്റ് യാദൃച്ഛികം, യാദൃച്ഛികം, യാദൃച്ഛികം. അനാച്ഛാദനം, അനാച്ഛാദനം, അനാച്ഛാദനം. വിദ്യുച്ഛക്തി, വിദ്യുച്ഛക്തി, വിദ്യുച്ഛക്തി. ശിരച്ഛേദം, ശിരച്ഛേദം, ശിരച്ഛേദം. ഇതിലെല്ലായിടത്തും അച്ഛൻ്റെ ചായാണ് കേട്ടോ. സ്ഥിരം ചോദ്യമാണ്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ്. ജീവച്ഛവം, ഐച്ഛികം, തുച്ഛം, യാദൃച്ഛികം, അനാച്ഛാദനം, വിദ്യുച്ഛക്തി, ശിരച്ഛേദം. ഇതെല്ലാം അച്ഛൻ്റെ ചായാണ് വരിക. ഓക്കെ, അതുപോലെ തന്നെയാണ് ശ്വാസോച്ഛ്വാസം എന്ന് പറയില്ലേ. നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ശ്വാസോ, ശ്വാസോ, ശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതും അല്ലെ. അത് തെറ്റാണ്. ഇതിന്റെ താഴെ ഈ ഒരു ചായ ഉണ്ട്, അച്ഛൻ്റെ ചായ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാന്ന് ഓർത്തോളൂ. അപ്പം അച്ഛൻ്റെ ചായ ആണ് ശ്വാസോച്ഛ്വാസം, ശ്വാസോച്ഛ്വാസം, അച്ഛൻ്റെ ചായ ആണ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെ ദിത്വം എന്ന് തന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ദ്യുത്വം ആണ് കേട്ടോ. ദ്യുത്വം, ദ്യുത്വം. രണ്ടിടത്തും എന്തുണ്ട്? ഈ ഒരു ചിഹ്നമുണ്ട്. ദ്വിത്വം, ദ്വിത്വം. അതേപോലെ ഒരു വേർഡാണ് തെറ്റിക്കുന്നത്. ദ്വന്ദ്ം എന്നൊക്കെ തരും നമുക്ക്. ദ്വന്ദ്ം, ഇന്ദ്വായാണ് കേട്ടോ. ദ്വന്ദ്ം എന്നാണ്, ദ്വന്ദ്ം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. രണ്ടിടത്തും ഈ ഒരു ചിഹ്നമുണ്ട്. ദ്വന്ദ്വയുദ്ധം എന്നൊക്കെ നമുക്ക് തരാറുണ്ട്. ഇന്ദയാണ് കേട്ടോ. ദ്വന്ദ്വ യുദ്ധം, ഇങ്ങനെയാണ് ശരിയായിട്ടുള്ളത്. രണ്ടിടത്തും ഇത് ഇങ്ങനെയുണ്ട് കേട്ടോ. ദ്വന്ദ്വ, ദ്വന്ദ്വം, ദ്വിത്വം എന്നൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഓക്കെ, അടുത്തത്, തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? കുട്ടിത്വം, കാഠിന്യം, ക്രീഡ, കണ്ടുപിടുത്തം. ഇതിലേതൊക്കെയാണ് തെറ്റില്ലാത്തത്? തെറ്റില്ലാത്തത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ഏതൊക്കെയാ? ക്രീഡ ശരിയാണ്, കാഠിന്യം ശരിയാണ്, ക്രീഡയും കാഠിന്യം.
ഇവിടെ കുട്ടിത്വം അത് ശരിയല്ല, അത് തെറ്റാണ്. കുട്ടിത്വം അല്ല, കുട്ടിത്തം ആണ്. ഓക്കെ, തനി മലയാളം ആയിട്ടുള്ള വേർഡ്സ് പറയുമ്പോൾ എല്ലാം ഇത്തമാണ് വരിക. കുട്ടിത്തം. അതേപോലെ ഇവിടെ എന്താ, കണ്ടു പിടുത്തമല്ല. നമ്മളൊരു സാധനം പിടുക്കുക അല്ല ചെയ്യുന്നത്, പിടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കണ്ടു പിടിക്കുക അങ്ങനെ ഓർത്താൽ മതി. കണ്ടു പിടി, നമ്മൾ പിടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു പിടിത്തമാണ് കേട്ടോ, കണ്ടു പിടിത്തമാണ്, പിടുത്തം അല്ല, പിടിത്തം. കണ്ടു പിടിത്തം. അതേപോലെ ഭോഷത്വം അല്ല, ഭോഷത്തം. ഭോഷത്തം, കുട്ടിത്തം, കണ്ടുപിടിത്തം. അതേപോലെ തന്നെയാണ് അടിമത്തം. അടിമത്തമാണ്, അടിമത്വം അല്ല. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ അടിമത്വം എന്നൊക്കെ തരാം. ഇങ്ങനെ അടിമത്വം എന്നൊക്കെ തരാം, അത് തെറ്റാണ്. അടിമത്തം ആണ് ശരി. അതേപോലെ തന്നെയാണ് കേമത്തം. കേമത്തം. അതേപോലെ തന്നെ കാട്ടാളത്തം. കാട്ടാളത്തം. എല്ലായിടത്തും ഇത്തമാണ് കേട്ടോ. ഓമനത്തം. ഓമനത്തം. ദെൻ മുതലാളിത്തം. മുതലാളിത്തം. അതേപോലെ വിഡ്ഢിത്തം. 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 എല്ലായിടത്തും ഇത്തമാണ്. കുട്ടിത്തം, കണ്ടുപിടിത്തം, ഭോഷത്തം, അടിമത്തം, കേമത്തം, കാട്ടാളത്തം, ഓമനത്തം, മുതലാളിത്തം, വിഡ്ഢിത്തം. എന്നാൽ ഇത്വം വരുന്നതുണ്ട്, അതെവിടെയാ? തത്വം. തത്വമല്ല, തത്വം. ദെൻ ആഢ്യത്വം. 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 തത്വമസി അല്ലെ, തത്വമസി എന്നാണ് പറയാ. മഹത്വം. മഹത്വം ആണ്, മഹത്വം അല്ല, മഹത്വം. മഹത്വം, തത്വം. ഓക്കെ, ആഢ്യത്വം എന്നാണ് പറയാ. ബാക്കി ഇവിടെ എല്ലാം ഇത്തമാണ്. മലയാളം വേർഡ്സ് ഏറ്റവും കൂടുതൽ മലയാളത്വം ഉള്ളത് ഏതിനാണ്? അതിനൊക്കെ തം ആണ്. കുറച്ചൊരു സാൻസ്ക്രിറ്റ് രീതിയിൽ വരുന്നതാണ് ത്വം വരുന്നത്. തത്വം, മഹത്വം, ആഢ്യത്വം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ഒരു സംസ്കൃതം ടച്ച് വരുന്നതിനാണ് ത്വം വരുന്നത്. തനി മലയാളം ആണെങ്കിൽ തം ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. കവയിത്രി. നമുക്ക് ഓപ്ഷനിൽ കവിയിത്രി, കവത്രി, ഓക്കെ, കവയിത്രി എന്നൊക്കെ തരും. നമ്മുടെ ശരിയായ ഉത്തരം കവയിത്രി. കവയിത്രി. കവിയുടെ എതിർലിംഗമാണ് കവയിത്രി എന്നാണ് കേട്ടോ. രണ്ടിടത്തും വള്ളിയില്ലേ, കവയിത്രി. ചിലപ്പോൾ കവിയിത്രി എന്നൊക്കെ തരും, 3 വള്ളിയൊക്കെ തരും. അങ്ങനെ വേണ്ട, സ്ത്രീക്കൊരു വള്ളി, പുരുഷനൊരു വള്ളി, 2 വള്ളി മതി കേട്ടോ. കവയിത്രിയാണ്, കവയിത്രി. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ പറയുന്നതാണ് പ്രാരാബ്ധക്കാരനാണ് അല്ലേ. ഞാൻ ഭയങ്കര പ്രാരാബ്ധക്കാരനാ. പ്രാരാബ്ധക്കാരനല്ല, പ്രാരബ്ധം എന്നാണ്. പ്രാരാബ്ധം എന്ന് പറയേണ്ട ആവശ്യമില്ല, പ്രാരബ്ധം. പ്രാരബ്ധം അത്രയ്ക്ക് അങ്ങ് നീട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രാരാബ്ധം വേണ്ട, പ്രാരബ്ധം മതി. ഓക്കെ, പിന്നെ പറയുന്നത് പ്രസംഗിക്കുന്ന ആളെ നമ്മൾ എന്താണ് പറയാ? അത് പ്രാസംഗികൻ. പ്രാസംഗികൻ എന്ന് വെച്ചാലും SCERT-യിൽ പ്രസംഗകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടും ശരിയാണ് കേട്ടോ. പ്രാസംഗികൻ, പ്രസംഗകൻ രണ്ടും ശരിയാണ്. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു എക്സാമിന് ചോദിച്ചതാ മധ്യാഹ്നം. നം ആണ് കേട്ടോ, അന്നം. അന്നം എന്ന് വെച്ചാൽ പകൽ എന്നുള്ളതാണ്. മധ്യാഹ്നം, മധ്യാഹ്നം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. മധ്യാഹ്നം. ഹ് ഇട്ടിട്ട് നായാണ് 0. അഗ്നം, അന്നം എന്ന് വെച്ചാൽ എന്താണ്? പകൽ എന്നുള്ള അർത്ഥമാണ്. അപ്പം മധ്യാഹ്നം. ദെൻ മുഖാന്തരം. മുഖാന്തരം ആണ്, മുഖാന്തരമാണ് ശരി. പക്ഷെ PSC നമുക്ക് അവിടെ ഉത്തരമായിട്ട് തന്നത് മുഖാന്തിരം എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. മുഖാന്തിരമല്ല, മുഖാന്തരം എന്നാണ് കേട്ടോ. മുഖാന്തരം. അതുപോലെ വിമ്മിഷ്ടപ്പെടുക നമ്മൾ പറയാറുണ്ട് അല്ലേ, സാധാരണ നമ്മൾ പറയുന്നൊരു വേർഡാണ് വിമ്മിഷ്ടപ്പെടുക അല്ലേ. ഭയങ്കര വിമ്മിഷ്ടം എന്ന് നമ്മൾ പറയാറുണ്ട്, അത് തെറ്റാണ്. വിമ്മിട്ടം ആണ് കേട്ടോ. വിമ്മിട്ടം. വിമ്മിട്ടമാണ്, വിമ്മിഷ്ടം അല്ല, വിമ്മിട്ടമാണ്. അപ്പോൾ വിമ്മിട്ടിട്ടാണ് നമ്മൾ അലക്കുന്നതെന്ന് ഓർത്താൽ മതി. വിമ്മിട്ടിട്ട് അലക്കുക, വിമ്മിട്ട്, വിമ്മിട്ടാണ്, അല്ലാണ്ട് വിമ്മിഷ്ടമല്ല. ഓക്കെ, വിമ്മിട്ടം. വിമ്മിട്ടമാണ് ശരിയായ വേർഡ്. ഇനി അഭിവാഞ്ച എങ്ങനെ എഴുതുന്നേ? അഭിവാഞ്ച. ഇഞ്ഞ് ഇട്ടിട്ട് ഇച്ഛ എന്ന് പറയുന്നത് എന്താണ്? ദേ ഈ ചായാണ് കേട്ടോ. അഭിവാഞ്ച എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അഭിവാഞ്ച, അഭിവാഞ്ച. ഓക്കെ, അഭിവാഞ്ച. അടുത്തത് തടിനി. തടിനി എന്ന് പറയുന്നത് ദേ ഈ തടിനി ആണ് കേട്ടോ. മൺപാത്രത്തെയാണ് തടിനി എന്ന് പറയാം. നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ തടിനിയൊക്കെ കൊടുക്കും, അതല്ല, ഇത് തടിനി. തടിനിയാണ് കേട്ടോ, തടിനി. ഓക്കെ, അടുത്തത് യഥോചിതം. യഥോചിതം.
തടിനി എന്ന് പറയുന്നത് എന്താണ്? പുഴയാണ് കേട്ടോ. ആ മീനിങ് ഉള്ള തടിനിയുണ്ട്. ഇത് പാത്രം എന്നുള്ള മീനിങ് വരുന്ന തടിനിയാണ്. പാത്രം എന്ന് പറയുന്ന മീനിങ് വരുന്ന തടിനിയാണ് ഇത്. ഓക്കെ, മറ്റേ തടിനി എന്താ? അത് പുഴ എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഇനി യഥോചിതം. യഥോചിതം യഥോചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യഥോചിതം യഥോചിതം എങ്ങനെയാണോ അങ്ങനെ അല്ലേ. ഇപ്പൊ യഥോചിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക കേട്ടോ, യഥോചിതം. ഇനി ഷഷ്ടിവ്രതം. ഷ ഇഷ് ടി. ഷഷ്ടി വ്രതമാണ്, വ്രതമല്ല, വ്രതമാണ്, വ്രായാണ്. ചിലപ്പോൾ നമുക്ക് ഷഷ്ടി വ്രതം എന്നൊക്കെ കൊടുക്കും, അത് തെറ്റാണ്. ഷഷ്ടി വ്രതം എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. ഇനി അനുഷ്ഠിക്കുക. അനുഷ്ഠിക്കുക എന്നതാണ് ശരി കേട്ടോ. എല്ലായിടത്തും ഈ ഠായാണ്, വട്ടട്ടായാണ്. ഷഷ്ടി വ്രതം, അനുഷ്ഠിക്കുക. അതേപോലെ തന്നെയാണ് ഐക്യകണ്ഠ്യം എന്നാണ്. കണ്ഠ്യം ഐക്യകണ്ഠം എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കും. ഐക്യകണ്ഠ്യം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കൊടുത്തേക്കും, അത് തെറ്റാണ്. ഐക്യകണ്ഠ്യം എന്നതാണ് ശരിയായിട്ടുള്ളത്. അതേപോലെ ജ്യേഷ്ഠൻ ആണ് കേട്ടോ, ജ്യേഷ്ഠൻ. ഇവിടെ ജേ എന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ ജ്യേഷ്ഠൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വാലിൻ്റെ കുറവുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റ് ആലോചിക്കാം, നമ്മുടെ ജ്യേഷ്ഠന്മാർ അല്ലേ, ചേട്ടന്മാർക്കൊക്കെ ഒരു വാല് അങ്ങ് കൂടുതലാന്ന് ഓർത്തോളൂ, ഒരു വാല് കൂടുതലാണ്. അപ്പം ജ്യേഷ്ഠൻ എന്നുണ്ട് കേട്ടോ. ഓക്കെ, ജ്യേഷ്ഠൻ. ഇത് പിന്നെ ഈ ഠായാണ്, കുറച്ച് കഠിനമായ ഠായാണ്. ഓക്കെ, ചേട്ടന്മാർക്കൊക്കെ കുറച്ച് കഠിനമായ മനസ്സാന്ന് വിചാരിച്ചോളൂ. അപ്പം ജ്യേഷ്ഠൻ ആണ് ഠ, ഒരു വാലുണ്ടെന്നുള്ളത് മറക്കരുത്. ഇനി അടുത്തത് കനിഷ്ഠൻ. അതിനും ഈ ഠായ തന്നെയാണ് കേട്ടോ, കനിഷ്ഠൻ എന്നാണ് പറയുക. അതേപോലെ തന്നെയാണ് ഗർവിഷ്ഠൻ. ഗർവിഷ്ഠൻ ഈ ഠായാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തെറ്റിക്കുന്ന ഒരു വേർഡാണ് രാപ്പകൽ. നമുക്ക് ഇങ്ങനെ തരും അല്ലേ, രാപ്പകൽ എന്ന് തരും. സിനിമയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രാപ്പകൽ എന്ന് ഇങ്ങനെ എഴുതുക, അത് തെറ്റാണ്. ഇവിടെ രാവിനും രാത്രിക്കും പകലിനും തുല്യ പ്രാധാന്യം വരുന്നത് കൊണ്ട് നമ്മൾ ഇരട്ടിപ്പ് കൊടുക്കില്ല. രാ പകൽ എന്നാണ് കൊടുക്കുക. രാ സാധാരണ ഒരു പകലാണ്, രണ്ട് പാ അവിടെ ആവശ്യമില്ല, രാപ്പകൽ. ഓക്കെ, അതേപോലെ വേർഡാണ് കല്യാണം. നമ്മളെ കല്യാണരാമൻ സിനിമയുടെ പേരൊക്കെ എഴുതുമ്പോൾ ഇല്ല എന്നും പറഞ്ഞതേ ഇവിടെ ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടാണ് കല്യാണം എന്ന് എഴുതുക അല്ലേ, അത് തെറ്റാണ്. അവിടെ ഒരു ആ കുനിപ്പിൻ്റെ ആവശ്യമില്ല, സാധാരണ ഇല്ലായാണ് കേട്ടോ, സാധാരണ ലായാണ്. കല്യാണം സാധാരണ ഒരു കല്യാണമെന്ന് വിചാരിച്ചാൽ മതി. ഇനി ഉദ്ഭവം. ഉദ്ഭവമാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും ഓപ്ഷൻ ഉദ്ഭവം. അപ്പോൾ ഇവിടെ ഈ തായല്ല ദായാണ്. ഉത്ഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതൊന്നും ഉണ്ടാവുകയാണ് അല്ലെ, ഉത്ഭവിച്ച് വരിക, അതായത് ഉദയം ചെയ്യാന്ന് ഓർത്താൽ മതി. ഉദയത്തിന്റെ ദായാണ് ഉത്ഭവത്തിന് വരുന്നത്. ഇനി തർജമയാണ്. ചിലപ്പോൾ നമുക്ക് തർജിമ എന്നൊക്കെ തരും, തർജിമ. അപ്പോൾ അവിടെ വള്ളിയും പുള്ളിയും ഒന്നുമില്ല, തർജമയാണ്. നമ്മൾ തർജ്ജമ എന്ന് പറഞ്ഞാൽ എന്താ? പരിഭാഷപ്പെടുത്തുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളതിനെ അതേപോലെ അങ്ങോട്ട് മാറ്റാണ്. അവിടെ വള്ളിയോ പുള്ളിയോ മാറ്റം ഒന്നും വരുത്തുന്നില്ല, അതേപോലെ. അപ്പോൾ അവിടെ വള്ളിയും പുള്ളിയൊന്നും ഇല്ല, തർജ്ജമ എന്നുള്ളത് അതുപോലെ പഠിച്ചു വെച്ചേക്കാം. ദെൻ ആജാനുബാഹു. ആജാനുബാഹു ആണ് കേട്ടോ, ആജാനുബാഹു. ദെൻ രോധനം. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഈ രോധനം എന്ന് വെച്ചാൽ എന്താണ്? പ്രതിരോധിക്കുക എന്നുള്ളതാണ് രോധനം. ദെൻ ഒരു രോദനവും കൂടെ ഉണ്ട്. ഈ രോദനം ഇതെന്താണ്? ഒരു അച്ഛൻ്റെ രോദനം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ രോദനമാണ് ഇത്. ഇത് രോധനമാണ്. ഇത് പ്രതിരോധിക്കുക, പ്രതിരോധം എന്നെഴുതുമ്പോൾ നമ്മൾ ഈ ധായല്ലേ, അപ്പോൾ ഈ ധായുള്ളത് പ്രതിരോധം, ഇത് അച്ഛൻ്റെ രോദനം. ഓക്കെ, അടുത്തത് പീഡനം. പീഡനം നമ്മൾ ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ തരും, അത് തെറ്റാണ്. പീഡനം എന്ന് പറയുന്നത് ഈ ഡായാണ് കേട്ടോ, ഇതാണ് ശരി. പീഡനമല്ല, പീഡനം ആണ് കേട്ടോ, പീഡനം. ദെൻ നിഘണ്ടു. നമുക്ക് തെറ്റിച്ച് തരുന്ന വേറൊരു വാക്കാണ് നിഘണ്ടു എന്ന് പറയുന്നത്. ഓക്കെ, നിഘണ്ടു ആണ് കേട്ടോ. അപ്പോൾ ഈ ഉണ്ടായാണ് നമുക്ക് തെറ്റിച്ചിട്ട് ഇങ്ങനെയൊക്കെ തരും, നിഘണ്ടു എന്നൊക്കെ തരും, അത് തെറ്റാണ്. നിഘണ്ടു, അതായത് നമ്മൾ നിഘണ്ടു എന്ന് പറയുമ്പോൾ എന്താ? ഒരു വാക്ക് തിരയുവാണ്, തിരഞ്ഞ് നമ്മൾ ആ വാക്ക് കണ്ടു എന്ന് ഓർക്കുക. കണ്ടുവിൻ്റെ ഇണ്ടു ആണ് നിഘണ്ടുവിൽ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഉദ്ഘാടനം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഒരു കടയൊക്കെ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉദയമാണ് അല്ലേ, കടയുടെ ഉദയത്തിൻ്റെതായാണ് ഉദ്ഘാടനം. ഇനി പാദസരം. നമ്മളൊക്കെ പറയും പാദസ്വരം അല്ലേ, എനിക്കൊരു പാദസ്വരം വാങ്ങിക്കണം. പാദസ്വരം തെറ്റാണ്, പാദസരമാണ് ശരി. പാദസരം, അവിടെ പ്രത്യേകിച്ച് പുള്ളിയോ ഒന്നും തന്നെ ഇല്ല, പാദസരം. അടുത്തതാണ് ഹാർദം. ഹാർദം ആണ് ശരി, ഹാർദം ആണ് ശരി കേട്ടോ. ഹാർദം, ഹാർദവമായി എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, ഹാർദവമായി എന്നൊക്കെ കാണാറുണ്ട്, അത് തെറ്റാണ്. ഹാർദം ആണ് കേട്ടോ, ഇത് ദായാണ്. ഹാർദം ആണ് ശരി. ഓക്കെ, ഹാർദം ആണ്, ഹാർദവം അല്ല.
ഹാർദം ആണ് ശരി, ഹാർദം. ഓക്കെ. ഇനി അതുപോലെ അംഗവൈകല്യം എന്നുള്ളതാണ് നമ്മുടെ അവയവത്തിനുണ്ടാവുന്ന വൈകല്യം, അതാണ് അംഗം. അംഗം എന്ന് വെച്ചാൽ ശരീരാവയവം. വൈകല്യം, അംഗത്തിനുണ്ടാവുന്ന വൈകല്യമാണ് അംഗവൈകല്യം. നമുക്ക് ചിലപ്പോൾ ഈ അംഗമൊക്കെ തരും. ഈ അംഗം എന്താ? അത് നമ്മൾ മറ്റേ അംഗം വെട്ടുക എന്നൊക്കെ പറയില്ലേ, ആ അംഗമാണ് ഈ അംഗം. അത് തെറ്റാണ്. ഇതാണ് അംഗവൈകല്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും വാക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഇടയ്ക്ക് മുൻവർഷ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൂടുതൽ വാക്കുകൾ പരിചയപ്പെടാം. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറേ വാക്കുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, ഇഷ്ടമായോ, ഇങ്ങനെ തന്നെ മതിയോ മലയാളത്തിൻ്റെ ക്ലാസ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇന്ന് ഫസ്റ്റ് ടൈം ഈ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ടെലിഗ്രാമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് 1 ക്ലാസ് 2 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തുടക്കം മുതൽ കണ്ടുവരിക. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്